ക്രിസ്മസ് പുതുവത്സര ബമ്പർ നറുക്കെടുപ്പ് ആരംഭിക്കുന്നു. അതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കാണുന്നത്. ആർക്കാണ് ഒന്നാം സമ്മാനം എന്നതാണ് അറിയാനുള്ളത്. സലീം മാലിക്കിരുന്നു. സലീം, നറുക്കെടുപ്പ് തുടങ്ങിയോ? ഹാഷ്മി, ഇവിടെ നറുക്കെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. പുതുവത്സര ബമ്പർ, ക്രിസ്മസ് പുതുവത്സര ബമ്പറിന്റെ നറുക്കെടുപ്പാണ് ആരംഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇത്തവണത്തെ ടിക്കറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈ നറുക്കെടുപ്പ് പൂർത്തിയാകുന്നതോടുകൂടി ലോട്ടറി വകുപ്പിലൂടെ 21 കോടീശ്വരന്മാർ ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം ഒന്നാം സമ്മാനം 20 കോടി രൂപ, അത് ഒരാൾക്ക് ലഭിക്കും. അതിനുശേഷം രണ്ടാം സമ്മാനം 1 കോടി വെച്ച് 20 പേർക്ക്. അത് രണ്ടാം സമ്മാനത്തിന്റെ എണ്ണം വർദ്ധിപ്പിച്ചത് തന്നെ ഈ ലോട്ടറി ഏജന്റുമാരുടെ ഉൾപ്പെടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടായിരുന്നു. ഈ സമ്മാന തുകയും അതുപോലെ തന്നെ സമ്മാനം ലഭിക്കുന്നവരുടെയും എണ്ണം വർദ്ധിപ്പിച്ചത്. അതിന്റെ ഭാഗമായി 21 പേർ കോടീശ്വരന്മാരാകാൻ പോകുന്നു എന്നുള്ളതാണ് അല്പസമയത്തിനകം തന്നെ ആ 21 കോടീശ്വരന്മാരെ നമുക്കറിയാൻ കഴിയും. അത് ആര് എന്നത് കൂടി കൗതുകമാണ്. അത് പിന്നീട് കണ്ടെത്താനും കഴിയും. ആ നിലയിൽ വിവിധ വ്യത്യസ്തങ്ങളായ സമ്മാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ലോട്ടറി വകുപ്പ് ഇത്തരത്തിലൊരു നറുക്കെടുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല, ഇതിന്റെ ഭാഗമായി ഈ നറുക്കെടുപ്പ് ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ അടുത്ത ഭാഗ്യക്കുറിക്കായുള്ള സമ്മർ ബമ്പർ ടിക്കറ്റിന് പ്രകാശനവും നടന്നു. ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലാണ് യുവതാരം സോന നായർക്ക് നൽകിക്കൊണ്ട് ടിക്കറ്റ് പ്രകാശനം നടത്തിയത്. അതിന്റെ 10 കോടി രൂപയാണ് അതിന്റെ ഒന്നാം സമ്മാനം. ഇപ്പോൾ ഈ 1 കോടി വെച്ചുള്ള നറുക്കെടുപ്പാണ് നടക്കുന്നത്. രണ്ടാം സമ്മാനം ലഭിക്കുന്ന 20 പേരുടെ നറുക്കെടുപ്പാണ് ഇപ്പോൾ നറുക്കെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിലയിലാണ് നറുക്കെടുപ്പ് പുരോഗമിക്കുന്നത്. 20 കോടി കിട്ടുന്ന ആദ്യ ഭാഗ്യശാലി അല്പസമയത്തിനും അറിയാൻ കഴിയും അല്ലേ സലിം? ഉറപ്പായും അല്പനിമിഷം കൂടി കാത്തിരുന്നാൽ 20 കോടി കിട്ടുന്നത് ആര്, ഏത് നമ്പറിനെ എന്ന് നമുക്കറിയാൻ കഴിയും. അതിനുശേഷം ആ ഭാഗ്യശാലി ആര് എന്നുള്ള കാര്യത്തിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. അത് അധികം വൈകാതെ തന്നെ ലോട്ടറി ഏജൻസിയുമായി അവർ തന്നെ ബന്ധപ്പെടുമെന്നാണ് നമുക്ക് കരുതുന്നത്. നേരത്തെ ഓണം ബമ്പറിന്റെ സമയത്ത് ആ നിലയിൽ ആദ്യം ഈ ഭാഗ്യശാലി ആരെന്നൊരു അന്വേഷണം വല്ലാതെ നടത്തിയിരുന്നു. അതിനുശേഷം കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് അവരെ ആ ഭാഗ്യക്കൂട്ടത്തെ കണ്ടെത്തിയത്. അതുപോലെ ഏതെങ്കിലും ദിവസങ്ങൾ നീളുമോ എന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. പക്ഷേ എന്തായാലും ഏത് നമ്പറിനാണ് 20 കോടി രൂപ, ഏത് ഭാഗ്യക്കുറിച്ചാണ് ആ ഭാഗ്യ ടിക്കറ്റ് ഏത് എന്നത് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. അത് ഏത് ജില്ലയിൽ നിന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒട്ടും വൈകാതെ തന്നെ അറിയാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ ബാക്കി ലഭിക്കുന്ന 1 കോടി വീതം ലഭിക്കുന്ന 20 പേരെയും ഒട്ടും വൈകാതെ തന്നെ അറിയാൻ കഴിയും. ആ നിലയിൽ ഇപ്പോൾ ഈ ടിക്കറ്റ് ഇപ്പോൾ 3 സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഓരോ സലീമിൻ്റെ വാക്കുകൾക്ക് എന്താണ് ഒരു ആകാംക്ഷയും ഒരു വിറയലും? സലീമിനും ആ ഒരു ആകാംക്ഷയുണ്ടോ? സലീമിനടക്കം ബ്യൂറോയിൽ ആർക്കൊക്കെ ആകാംക്ഷയുണ്ട്? ബ്യൂറോയിൽ ഏറെക്കുറെ എല്ലാവരും ആകാംക്ഷയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം വന്നിട്ടുള്ള ക്യാമറമാൻ നന്ദു, സാരഥി സതീഷ് ഉൾപ്പെടെയുള്ളവർ എല്ലാവരും ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ്. മാത്രമല്ല, ബ്യൂറോയിൽ നമ്മുടെ ബ്യൂറോ ചീഫ് ഷഫീർ റാവുത്തർ ഉൾപ്പെടെയുള്ളവരെല്ലാം ഈ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നവരൊക്കെ ടിവിയുടെ മുമ്പിൽ ഇങ്ങനെ കാത്തിരിക്കുന്ന ഇതാണ്. എന്തായാലും ഞാനും ഒരു ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. 20 കോടി എനിക്ക് അടിച്ചാൽ അത്രയും സന്തോഷം എന്ന നിലയിലുള്ള ആകാംക്ഷയും വിറയലുമാണ് ആ ശബ്ദത്തിൽ കേൾക്കാൻ കഴിയുന്നത്. എന്തായാലും സലീം മാലിക് അടക്കം അവിടെ 20 കോടിക്ക് വേണ്ടിയുള്ള ആകാംക്ഷാഭരിതമായ കാത്തിരിപ്പിലാണ്. അവിടെ ബ്യൂറോ ചീഫ് ഷഫീർ റാവുത്തർ അടക്കം എടുത്തു വെച്ചിട്ടുണ്ട്. അവിടെ ക്യാമറാമാൻ നന്ദു അടക്കമുള്ളവർ, അവിടെ മാത്രമല്ല ഡെസ്കിലും അടക്കം ഒരുപാട് പേർ 20 കോടിക്ക് വേണ്ടിയുള്ള നെഞ്ചിടിപ്പോട് കൂടിയുള്ള കാത്തിരിപ്പിലാണ്. നമുക്ക് ആ നെഞ്ചിടിപ്പില്ലാത്തതിന് കാരണം നമ്മൾ ആ ഭാഗ്യക്കുറി എടുത്തിട്ടില്ല എന്നുള്ളത് കാരണം വളരെ കൂളായി നമുക്കിതിനെ കാണാൻ കഴിയുന്നു. പക്ഷേ ടിക്കറ്റ് എടുത്തവർക്ക് അത്രയും കൂളായി ഇതിനെ കാണാൻ കഴിയില്ല. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് പുറത്തിറക്കുന്ന ക്രിസ്മസ് പുതുവത്സര ബമ്പർ നറുക്കെടുപ്പാണ് അവിടെ പുരോഗമിക്കുന്നത്. ഏറെ കാത്തിരിപ്പിനൊടുവിലാണ് 20 കോടി രൂപ സമ്മാനമുള്ള ബമ്പർ നറുക്കെടുപ്പ് നടക്കുക. തിരുവനന്തപുരത്ത് എപ്പോഴും നടക്കുന്ന തിരുവനന്തപുരം ഗോർക്കി ഭവനിൽ വെച്ചാണ് ഈ ബമ്പറിന് നറുക്കെടുപ്പ്. 45 ലക്ഷത്തോളം ക്രിസ്മസ് പുതുവത്സര ബമ്പർ ടിക്കറ്റുകൾ സംസ്ഥാനത്തുടനീളം വിൽപ്പന നടത്തിയതാണ്. 400 രൂപയായിരുന്നു ടിക്കറ്റ് വില. ചെറിയ വിലയായിരുന്നില്ല അത്. ഓണം ബമ്പർ കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയ്ക്കുള്ള ബമ്പർ ടിക്കറ്റാണ് ക്രിസ്മസ് പുതുവത്സര ബമ്പർ. 1 കോടി വീതം 20 പേർക്ക് കിട്ടുന്ന രണ്ടാം സമ്മാനവും ക്രിസ്മസ് ബമ്പർ എന്ന് പറഞ്ഞാൽ 1 കോടി വീതം 20 പേർക്കാണ്. അപ്പോൾ 20 പേർ കോടീശ്വരന്മാരാകാൻ പോകുന്നു. 2 പേർ പല കോടീശ്വരന്മാരാകാൻ പോകുന്നു. അങ്ങനെ കോടീശ്വരന്മാരുടെ സൃഷ്ടിത ഒന്നാം സമ്മാനം 20 കോടി അടിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സലീം, ഏതാണ് നമ്പർ? ഹാഷ്മി, അത് രണ്ടാം സമ്മാനമാണ്. രണ്ടാം സമ്മാനം 20 പേർക്കുള്ള 1 കോടി രൂപ വീതമുള്ള നറുക്കെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ XE 40 92 65, അതുപോലെ തന്നെ ഇതിൽ H 31 61 00 എന്നിവയാണ്. ഇപ്പോൾ ഒന്നാം സമ്മാനം പാലക്കാട് ജില്ലയിലെ ഷാജഹാൻ വിറ്റ ടിക്കറ്റിനാണ് ഇപ്പോൾ ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് എന്നൊരു സൂചനയുണ്ട്. XC 22 40 91 എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. അത്
പാലക്കാട് ജില്ലയിലേക്കാണോ ആ ടിക്കറ്റ് പോയതെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് പാലക്കാട് ജില്ലയിലെ ഷാജഹാൻ വിറ്റ ടിക്കറ്റിനാണ് ഈ XC 224091 എന്ന നമ്പറിൽ ഒന്നാം സമ്മാനം അർഹനായിരിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കൊടുക്കാൻ കഴിയുന്നത്. അത് ഏറ്റവും ബ്രേക്കിംഗ് ന്യൂസായി തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നത്. അത് പാലക്കാട് ജില്ലയിലേക്ക് XC 224091 XC 224091 എന്ന ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം. അത് പാലക്കാട് ജില്ലയിലെ ഒരു ഷാജിമോൻ വിറ്റ ടിക്കറ്റാണ് എന്നിപ്പോൾ അറിയാൻ കഴിയുന്നത്. സ്ഥിരീകരണമില്ല. അപ്പോൾ ആരാണ് 20 കോടി അടിച്ച ഭാഗ്യശാലി എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. രണ്ടാം സമ്മാനം 20 പേർക്ക് 1 കോടി വീതം രൂപ, 20 കോടി രൂപ. അതിൽ ഒരു നമ്പർ XE 409265 XE 409265 1 കോടി കോടീശ്വരനാകുന്നു. XH 316120 അയാളും 1 കോടിയുടെ കോടീശ്വരനാകുന്നു. XC 224091 20 കോടിയുടെ സമ്മാനത്തുകയായ ഒന്നാം സമ്മാനം ക്രിസ്മസ് പുതുവത്സര ബമ്പർ നമ്പർ അടിച്ചിരിക്കുന്നത്. സലീം, ഇത് പാലക്കാടാണ് എന്ന് ഉറപ്പിക്കാവോ? 20 കോടി 20 കോടി ഏറെക്കുറെ പാലക്കാടോ അതല്ലെങ്കിൽ ആ പരിസരത്ത് എവിടെയാണ് എന്ന് ഉറപ്പിക്കാം. പാലക്കാട് നിന്ന് വിറ്റ ടിക്കറ്റിനാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ അത് നമുക്ക് നിസ്സംശയം ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ ഒന്നാം സമ്മാനം കിട്ടുമെന്ന നമ്മുടെയൊക്കെ ഷഫീദിന്റെ ഒക്കെ കാത്തിരിപ്പ് വെറുതെ ആയിട്ടുണ്ട്. കാര്യം ഈ അടുത്തൊന്നും ഷഫീദ് പാലക്കാട്ടേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ രണ്ടാം സമ്മാനം ലഭിച്ചിരിക്കുന്ന 3 ടിക്കറ്റുകൾ വിവരം കൂടി കിട്ടിയിട്ടുണ്ട്. XE 409265 XH 316100 XK 424481 എന്നീ ടിക്കറ്റുകളാണ് ഇപ്പോൾ ഇതുവരെ നമുക്ക് ഈ രണ്ടാം സമ്മാനത്തിലായി നിറപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. പാലക്കാട് ജില്ലയിലാണ് ഇത്തവണ ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ ഉള്ളത്. അല്പസമയത്തിനകം തന്നെ അത് ആരാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും. നിലവിൽ ആ നറുക്കെടുപ്പ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടീശ്വരന്മാരുടെ എണ്ണം കൂടി വരികയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 21 കോടീശ്വരന്മാരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ലോട്ടറി നറുക്കെടുപ്പിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. അതിൽ 4 പേർ ഇതിനോടകം തന്നെ 4 ടിക്കറ്റുകൾ ആ നമ്പറുകൾ പുറത്തായി കഴിഞ്ഞു. അത് അടുത്ത ടിക്കറ്റുകൾ ഓരോന്നോരോന്ന് ഇങ്ങനെ നറുക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ആർക്കാണ് സലീം ആരെങ്കിലും ബ്യൂറോയിൽ നടത്തുന്ന പാലക്കാട് പോയിരുന്നോ? അതാണ് ഞാൻ ഹാഷ്മി സൂചിപ്പിച്ചത്. എന്തായാലും നമ്മുടെ ബ്യൂറോയിൽ നിന്ന് അങ്ങനെ ഒരു വിവരമല്ലേ, നമ്മുടെ നിഖിൽ പ്രമേശനോ മറ്റോ ആണോ ഈ ടിക്കറ്റ് സമ്മാനം അടിച്ചത് എന്നുള്ളതൊക്കെ എന്തായാലും അത് നിഖിൽ പ്രമേശ് പറയുമോ, പുറത്തറിയിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കേണ്ടതാണ്. എന്തായാലും വലിയ ആകാംക്ഷയോടെ നമ്മുടെ ബ്യൂറോയിൽ രാവിലെ മുതൽ കാത്തിരുന്ന ആരും പാലക്കാടേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ കോടീശ്വരന്മാരായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തിരുവനന്തപുരം ബ്യൂറോയിൽ ആരും കോടീശ്വരന്മാരായിട്ടില്ല. പാലക്കാട് നിഖിൽ പ്രമേശ് കോടീശ്വരനായിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത്. 1 കോടി അടിച്ചിട്ടുണ്ടോ? 1 കോടി രൂപ അടിക്കാനുള്ള സാധ്യതയാണ്. ഞാൻ എന്റെ പോക്കറ്റിലിരിക്കുന്ന ടിക്കറ്റ് ഇനി എടുത്ത് വെച്ച് നോക്കണം. അപ്പോ എനിക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരോടും പറയില്ല, 1 രൂപയും ആർക്കും ചെലവ് നടത്തില്ല, അത് ഉറപ്പാണ്. എന്തായാലും ഞാൻ പതുക്കെ കൊണ്ടുപോയി ടിക്കറ്റ് മാറും, പൈസ വാങ്ങും, വീട്ടിൽ പോകും. പിന്നെ കുറച്ച് ദിവസം അവധിയായിരിക്കും. അതാ. ഓക്കെ. സലീമാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. എന്നാ പറഞ്ഞാൽ ക്രിസ്മസ് പുതുവത്സര ബമ്പർ നറുക്കെടുപ്പ് ഒന്നാം സമ്മാനം XC 224091 എന്ന നമ്പറാണ്. അത് 20 കോടിയാണ്. രണ്ടാം സമ്മാനം എന്ന് പറഞ്ഞാൽ ഓരോ കോടി വീതം കിട്ടുന്നത് XC 409265 XH 316100 XK 424481 എന്നീ നമ്പറുകൾക്ക് പാലക്കാട് ജില്ലയിലാണ് ഇത്തവണത്തെ ഒന്നാം സമ്മാനം. ആരാണ് അപ്പോൾ 20 കോടി സ്വന്തമാക്കുന്ന ഭാഗ്യശാലി എന്നുള്ളതാണ് ഇനി അടുത്ത അറിയേണ്ട ആകാംക്ഷ.